നമസ്തേ നമസ്തേ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോ 324ാമത്തെ വീഡിയോ. സത്യം പറഞ്ഞാൽ 500 വീഡിയോ കഴിഞ്ഞ് കുറേ വീഡിയോ ഞാൻ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി ഞാൻ ഓർത്ത് മതിയാക്കാം എന്നും പറഞ്ഞിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നോർത്ത് നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഒരു 150 വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 500 വീഡിയോ എങ്കിലും അതിലധികമെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലരെങ്കിലും ആലോചിക്കും, ഇയാൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ഇയാൾക്കൊരു പുസ്തക രൂപത്തിലാക്കിയിട്ട് അത് പ്രസിദ്ധീകരിച്ചു കൂടാ എന്നാലോചിക്കും ഇല്ലേ? അപ്പോൾ അതിനുള്ള മറുപടി അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അതായത് ഞാൻ ശരിക്കും പറഞ്ഞാൽ 4 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പുസ്തകം എഴുതുക എന്ന് പറഞ്ഞാൽ നമുക്ക് പുസ്തകം എഴുതാം, നമുക്കത് പ്രൂഫ് റീഡ് ചെയ്യാം, മാനുസ്ക്രിപ്റ്റ് പ്രൂഫ് റീഡ് ചെയ്യാം, എന്നിട്ട് അത് പ്രിൻ്റ് ചെയ്യാം, അത് എഡിറ്റ് ചെയ്യാം, പ്രിൻ്റ് ചെയ്യാം. പക്ഷേ ഈ പബ്ലിഷിംഗ് എന്ന് പറഞ്ഞൊരു ഘട്ടമുണ്ട്. അതായത് നമ്മൾ എഴുതുന്ന പുസ്തകം ആളുകൾ വായിക്കണമെന്നുണ്ടെങ്കിൽ അത് പുസ്തകശാലകളിൽ വരണം. അതിന് പബ്ലിഷർ വേണം. പബ്ലിഷർ ഇല്ലാണ്ട് എങ്ങനെ വരണം? പക്ഷേ ഞാൻ എഴുതുന്ന പുസ്തകത്തിന് പബ്ലിഷറിനെ കിട്ടില്ല. അതാണ് അതിൻ്റെ സംഭവം. ഞാൻ എൻ്റെ പേരിൽ ഇംഗ്ലീഷിൽ പുസ്തകമുണ്ട്. അത് എൻ്റെ അപ്പൻ എഴുതിയതാണ്. എനിക്കത്ര ഇംഗ്ലീഷ് ഭാഷ പരിജ്ഞാനമൊന്നുമില്ല. ഇംഗ്ലീഷ് എനിക്ക് അറിയണമെന്ന് എനിക്ക് താല്പര്യവുമില്ല. ഓക്കെ. പിന്നെ ജർമ്മൻ ഭാഷയിലുണ്ട് പുസ്തകം. ഔഗൻ ഓഫ്നർ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. ഔഗൻ ഓഫ്നർ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഔഗൻ ഓഫ്നർ എന്ന് വെച്ചാൽ, ഔഗൻ എന്ന് വെച്ചാൽ കണ്ണ്, ഓഫ്നർ എന്ന് വെച്ചാൽ ഓപ്പണർ, കണ്ണ് തുറപ്പിക്കുന്നത് എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ കൊടുത്തത്. അപ്പോൾ ഇതിന് പബ്ലിഷറില്ല. അവിടെയാണ് നമ്മൾ പരാജയിരിക്കണം. എന്ന് വെച്ചാൽ ഇത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ നട്ടലിന് ഉറപ്പുള്ള ഒരു പബ്ലിഷിംഗ് കമ്പനി വേണം. അങ്ങനെ ഒരാളില്ല. ഇപ്പോൾ ഞാൻ മലയാളത്തിലൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഏറ്റവും അവസാനം എഴുതിയത് മലയാളത്തിലാണ്. അതുവരെ 2 പുസ്തകങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലും ഒരെണ്ണം ജർമ്മനിലും, 4ാമത്തെ പുസ്തകം മലയാള ഭാഷയിൽ എഴുതി. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ ഇതും ഞാൻ എഴുതി, ഞാനിത് ചെറുതായിട്ടൊന്ന് പ്രൂഫ് റീഡ് ചെയ്തു. ഇനി അത് പ്രിൻ്റ് ചെയ്യണതിന് മുമ്പ്, അപ്പോൾ ഞാനിവിടെയാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വിനോദ് കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് ഇതായിട്ട് പോയിട്ട് ഇതിൻ്റെ മാനുസ്ക്രിപ്റ്റായിട്ട് പോയിട്ട് പ്രിൻ്റ് ചെയ്തെടുത്തത്. അപ്പോൾ അദ്ദേഹത്തിന് മലയാളം അറിയാൻ പാടില്ല. എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് ആലോചിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇത് പ്രിൻ്റ് ചെയ്തു, 12,000 കോപ്പി അടിച്ചു, ഒരുപാട് കാശൊക്കെ ആയി. പക്ഷേ അത് ഈ പുസ്തകം അങ്ങനെയല്ലല്ലോ ഇത് പബ്ലിഷ് ചെയ്യേണ്ടത്. പബ്ലിഷ് ചെയ്യണമെങ്കിൽ ശരിക്കും ഒരു പബ്ലിഷർ ഇത് ഏറ്റെടുക്കണം. ശരിക്കുള്ളൊരു പബ്ലിഷർ ഇത് ഏറ്റെടുക്കണം. എന്നിട്ട് ഈ പുസ്തകശാലയിലെത്തണം. എന്നാലേ ആൾക്കാർ വായിക്കുള്ളൂ. അല്ലാണ്ട് 2000 കോപ്പി അടിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഇദ്ദേഹം തന്നെ, ഈ വിനോദ് കുമാർ തന്നെ പോയിട്ട് RSSകാരുടെ സ്ഥലത്തൊക്കെ പോയി, ഹിന്ദുക്കളാണല്ലോ, അവർക്ക് പുസ്തകം കൊടുത്ത് നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ അത് പലരും കൊടുക്കുക പോലും ചെയ്തില്ല, വെറുതെ അത് കളഞ്ഞു. RSSകാരെന്ന് വെച്ചാൽ, കേരളത്തിലെ RSSകാരെന്ന് പറയുമ്പോൾ, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം RSS എന്ന് വെച്ചാൽ ഒരു ഹിന്ദുവിൻ്റെ ഒരു ശക്തിയാണ് എന്നൊക്കെ തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അതങ്ങനെയൊന്നും അല്ല. അത് സംഭവം അങ്ങനെയൊന്നുമല്ല. നമ്മൾ എന്താ പറയുക, അണ്ടിയോടെ എടുക്കുമ്പോൾ മാങ്ങയുടെ പുളി അറിയുമെന്ന് പറയില്ലേ, അതേപോലെ RSS, കേരളത്തിലെ RSS എന്ന് പറഞ്ഞാൽ അവർക്ക് കുഞ്ഞാടുകളുമായിട്ട് അന്തർധാരയുണ്ട്, അവർക്ക് ക്രിസ്ത്യാനികളുമായിട്ട് അന്തർധാരയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എൻ്റെ ഈ പുസ്തകം ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല അവർ. കാരണം അവരുടെ ലക്ഷ്യം വോട്ടാണ് ലക്ഷ്യം. അവർ രാഷ്ട്രീയക്കാരാണ്, അല്ലാണ്ട് ലോക നന്മയൊന്നുമല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം വോട്ടാണ്. വോട്ട് പിടിക്കുക, അധികാരത്തിൽ വരിക. ചിലപ്പോൾ അധികാരത്തിൽ വന്നാൽ ഹിന്ദുവിന് നന്മ ചെയ്യാൻ പറ്റുമായിരിക്കും, ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കണമുണ്ടായിരിക്കാം.
അതൊന്നും എനിക്കറിയാം. നമ്മൾ ആർ എസ് എസിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ലേ, ഞാൻ പറയല്ലേ. ഇതിന് ഒരു അവസ്ഥയുണ്ടല്ലോ, അത് നമ്മൾ പറയണമല്ലോ. അതാണ് പറയുന്നത്. പിന്നെ ഒരുപാട് ഇപ്പോൾ കുരുക്ഷേത്ര പബ്ലിക്കേഷൻസ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി ഒത്തിരി പ്രസാധകരുണ്ട് കേരളത്തിൽ. പക്ഷേ അവരാരും തന്നെ എൻ്റെ പുസ്തകത്തിന് മാനുസ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏറ്റെടുക്കില്ല അവർ. കാരണം അവർക്കറിയാം ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് യേശു പിശാചാണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ആർ എസ് എസും ഈ ക്രിസ്ത്യാനികളുമായിട്ടുള്ള കുഞ്ഞാടുകളുമായിട്ട് ആർ എസ് എസിൻ്റെ പല നേതാക്കന്മാരും ബിഷപ്പുമാരായിട്ട് ഭയങ്കര ടൈപ്പ് ഉണ്ട്. ബിഷപ്പുമാരുടെ തോളിൽ കൈയിട്ട് കിടക്കുന്ന ഒത്തിരി നേതാക്കന്മാർ ആർ എസ് എസിനുണ്ട്. അത് മഹാമോശം പരിപാടിയാണ്. ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ ഏറ്റവും അധികം മതം മാറ്റുന്ന ആൾക്കാർ ക്രിസ്ത്യാനികളാണ്. അത് കേരളത്തിലും മാത്രമല്ല, തമിഴ്നാട്, എല്ലായിടത്തും, എല്ലാ സംസ്ഥാനങ്ങളിലും. ഇപ്പോൾ നോക്കൂ, നാഗാലാൻഡ്, മിസോറം, ത്രിപുര, പിന്നെ മേഘാലയ, ഇവിടെയൊക്കെ മേഘാലയയിലൊക്കെ 90% ക്രിസ്ത്യാനികളായി കഴിഞ്ഞു. നാഗാലാൻഡും അത് തന്നെ ക്രിസ്ത്യാനികളായി കഴിഞ്ഞു. നാഗ ഫോർ ക്രൈസ്റ്റ് എന്നല്ലേ പറയണത്. അപ്പോൾ ഇതൊന്നും തടയണമെന്നുള്ള ഉദ്ദേശം ആർ എസ് എസ്കാർക്കില്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പുസ്തകം അവർ ഏറ്റെടുത്തേനെ. അവർ തന്നെ അത് എല്ലാവർക്കും എത്തിച്ചേനെ. ഹിന്ദുക്കൾ അറിയണം യേശു ആരാണെന്ന്. ബൈബിളിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് യേശു ആരാണെന്ന് വ്യക്തമായിട്ട് പറയുന്നത്. പക്ഷേ ഇതിനു മുമ്പൊരു സംഭവം ഉണ്ടായി. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം ഒരു 22 വർഷം മുമ്പ് ഞാനും ഈ പറയുന്ന വിനോദ് കുമാറുമായിട്ട് സ്വിറ്റ്സർലൻഡിൽ നിന്ന് നേരെ മുംബൈയിലേക്ക് പോയി. മുംബൈയിൽ പോയിട്ട് അവിടെ നിന്ന് താന എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് അവിടുത്തെ ഒരു ഒരു സംഘടനയുടെ പേര് ശിവസേനയുടെ ഒരു നേതാവുണ്ട്. അന്ന് ബാൽ താക്കറെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ വലങ്കയായിരുന്ന ഒരാളുണ്ട്, ഒരു ആനന്ദ് ഡി ഗെ. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും. അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹമായിട്ട് ഇവിടെ നിന്ന് ഫോൺ ചെയ്ത് സംസാരിച്ചു. അപ്പോൾ എൻ്റെ സുഹൃത്ത് വിനോദ് കുമാറാണ് സംസാരിച്ചത്. അദ്ദേഹം സംസാരിച്ചിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് മേടിച്ചു, വന്ന് കാണണം, പിന്നെ അതിലൊരു സംഭവമുണ്ട്, യേശുവിനെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ചെന്നു ഇദ്ദേഹത്തിനെ കണ്ടു. ഭയങ്കര തിരക്കുള്ള മനുഷ്യനാണ്. കണ്ടു, സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ പുസ്തകം ഇംഗ്ലീഷിലാക്കി കൊണ്ടുവരും, ഹിന്ദി ഭാഷയിലാക്കി കൊണ്ടുവരും, നമുക്കിത് ഇവിടെ പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. ഹിന്ദി ഭാഷയിലാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തിരികെ പോയി, കൊച്ചിയിലോട്ട് പോയി. ഞങ്ങൾ രണ്ടുപേരും കൊച്ചിക്കാരാണ്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഈ മിസ്റ്റർ വിനോദ് കുമാർ തന്നെ ഒരു പണ്ഡിറ്റിനെ കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന് കുറച്ച് കാശും കൊടുത്തു. അപ്പോൾ അദ്ദേഹം അത് ഹിന്ദി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് തന്നു. എന്നിട്ട് അതിൻ്റെ മാനുസ്ക്രിപ്റ്റ് അദ്ദേഹം മിസ്റ്റർ വിനോദ് കുമാർ ഒരു കോപ്പി പോലും എടുത്തില്ല. കാരണം ഇദ്ദേഹം പറഞ്ഞിരിക്കണല്ലേ പബ്ലിഷ് ചെയ്തോളാന്ന് പറഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ കൊണ്ടുപോയിട്ട് മുംബൈയിൽ കൊണ്ടുപോയി. രണ്ടാമത് പോയപ്പോൾ ഞാൻ പോയില്ല, വിനോദ് കുമാറാണ് പോയത്. അദ്ദേഹം പോയിട്ട് അത് മാനുസ്ക്രിപ്റ്റ് അവിടെ ഈ ആനന്ദ് ഡി ഗെയെ ഏൽപ്പിച്ചു. അപ്പോൾ ആനന്ദ് ഡി ഗെ പറഞ്ഞു, ഞങ്ങളിത് പ്രിൻ്റ് ചെയ്ത് എല്ലാവർക്കും പബ്ലിഷ് ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പുള്ളി തിരിച്ചു പോന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് വിളിച്ചു ചോദിക്കും. അപ്പോൾ പറയും പ്രൂഫ് റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അത് പിന്നെ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരാഴ്ചയിൽ പ്രിൻ്റ് ചെയ്യും, അത് 10 ദിവസത്തിൽ പ്രിൻ്റ് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടി അവിടുന്ന്. ഒരു ദിവസം രാവിലെ ഞാൻ ഉറങ്ങിക്കിടക്കണേ. അപ്പോൾ എൻ്റെ മുറിയിൽ വന്നിട്ട് ഈ വിനോദ് കുമാർ വന്നിട്ട് എന്നെ എണീപ്പിക്കണേ. പത്രം നോക്കും എന്ന് പറഞ്ഞു. പത്രം നോക്കുമ്പോൾ ആനന്ദ് ഡി ഗെ ഒരു വാഹനാപകടത്തിൽ മരിച്ചു. എങ്ങനെയുണ്ട്? അപ്പോൾ ഇദ്ദേഹമാണല്ലോ ഈ പുസ്തകം ഹിന്ദിയിൽ പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ വിനോദ് കുമാർ എന്തായാലും എന്തായെന്നറിയണ്ടേ. 6 ദിവസത്തിൽ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ, പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു, 6 ദിവസത്തിൽ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്തായെന്നറിയണ്ടേ. വീണ്ടും പോയി വിനോദ് കുമാർ. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ വിനോദ് കുമാർ, ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ ചെന്ന് ചോദിച്ചിട്ട് ആർക്കും ഈ പുസ്തകത്തിനെ പറ്റി ഒരു പിടിയുമില്ല. അപ്പോൾ പ്രിൻ്റ് ചെയ്ത് വെച്ചു എന്ന് ഇദ്ദേഹം പറഞ്ഞത്. ആ പുസ്തകത്തിൻ്റെ കോപ്പീസും ഇല്ല, ഒന്നുമില്ല, മാനുസ്ക്രിപ്റ്റും ഇല്ല, എല്ലാം പോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ശിവസേനയുടെ ഭാഗത്തുനിന്ന്.
ഇവിടെ ഇപ്പുറത്ത് RSS ആണെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഫേസ്ബുക്കിലൂടെയൊക്കെ സംസാരിക്കുന്നത് ഒരു ചാനലുണ്ട്. ഞാൻ ചാനലിൻ്റെ പേരൊന്നും പറഞ്ഞ് ഞാൻ അപമാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ ചാനലിൽ എൻ്റെ വീഡിയോ വരുമായിരുന്നു. എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് എൻ്റെ വീഡിയോ അദ്ദേഹം എടുത്തിട്ട് പബ്ലിഷ് ചെയ്യുമായിരുന്നു. അപ്പോൾ 4 പേര് അറിയുമല്ലോ. 4 പേര് എന്നെ അറിയുക എന്നുള്ളതല്ല, യേശു പിശാചൻ ആണെന്നുള്ളത് അറിയുക. അതാണ് എൻ്റെ ലക്ഷ്യം. ഞാനെന്ന് പറഞ്ഞ വ്യക്തിയല്ല ഇവിടെ വിഷയം. ഈ യേശു പിശാചാണെന്ന ഉള്ള സത്യം ലോകം അറിയുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ അറിഞ്ഞു വരുന്നുണ്ടായിരുന്നു ഈ ചാനലിലൂടെ ഈ വീഡിയോസ് പുറത്തു വിടുന്നത് കൊണ്ട്. അന്നേരം ഞാൻ ഇങ്ങനെ എൻ്റെ സ്വന്തമായിട്ടൊരു ചാനൽ വേണമെന്ന് അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചിട്ടും പോലുമില്ല ആ സമയത്താണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹം വീഡിയോ ഇടണില്ല. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് മെസ്സഞ്ചറിൽ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് സുഹൃത്തെ ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്തത്? അപ്പോൾ പുള്ളിക്ക് മോളിൽ നിന്ന് ഉത്തരവ് കിട്ടി, ഇനി കാർത്തിക്കിൻ്റെ വീഡിയോ ഇടരുത്. കാരണം ക്രിസ്ത്യാനികളോട് ഇപ്പോൾ ഞങ്ങൾ നല്ല രമ്യതയിൽ പോയിക്കൊണ്ടിരിക്കണേ. 4 ക്രിസ്ത്യൻ വോട്ട് കിട്ടാനുള്ളത് കാർത്തിക് ഇങ്ങനെ യേശു പിശാചാണെന്ന് പറയുന്നതുകൊണ്ട് അതില്ലാതാവാൻ സാധ്യതയുണ്ട്. ഇതാണ് RSSൻ്റെ നിലപാട്. കാർത്തിക്കിനോടുള്ള നിലപാട് ഇതാണ്. മനസ്സിലായി? അതായത് RSSകാർക്ക് സത്യം പുറത്തു വിടണമെന്ന് ആഗ്രഹമില്ല. അവർക്ക് വോട്ട് കിട്ടണം, അധികാരത്തിൽ കയറണം എന്നുള്ള വിചാരമാണ് അവർക്കുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുക? നിങ്ങൾ പറയൂ. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെ സ്വയം ഇത് പറയണം. വേറെ ആരും നമ്മളെ സഹായിക്കാൻ ആരും വരാൻ പോണില്ല. ഒരു RSSും വരില്ല, ശിവസേനയും വരില്ല, ആരും വരില്ല. സ്വയം പറയുക. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ചാനലിലൂടെ ഞാൻ പറഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ മലയാളത്തിൽ എഴുതിയ പുസ്തകം ഉണ്ടല്ലോ, അത് ഞാൻ വായിക്കാം. ഈ ചാനലിലൂടെ തന്നെ ഞാനത് പ്രസിദ്ധീകരിക്കാം. ഇങ്ങനെ ഒരു ഗതികേടാലോചിക്കണേ. മര്യാദക്ക് അത് പ്രസാധകരെ ഏറ്റെടുക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും അത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാം. ജനങ്ങൾക്ക് സത്യം അറിയും. പക്ഷേ ഇവിടെ ആർക്കും സത്യം അറിയിക്കണമെന്നുള്ള താല്പര്യം ഇവിടെ ആർക്കും ഇല്ല. അത് RSSനും ഇല്ല, ആർക്കും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള വസ്തുത. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതിയ പുസ്തകം, അതിന് 1, 2, 3, 4, 5, 6, 7, 8, 9 അധ്യായങ്ങളുണ്ട്. അത് ആദ്യത്തെ അധ്യായം അല്പം ഞാൻ വായിക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി, കാരണം ഒരു 20 മിനിറ്റിനുള്ളിലെങ്കിലും തീർക്കണം. അപ്പോൾ ഒരു 8 മിനിറ്റ്, ഒരു 7 മിനിറ്റ് കൂടി ഉണ്ട്. ഇനി ഒരു 7 മിനിറ്റ് ഞാൻ ഈ അധ്യായം വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എന്താണ് ഈ പുസ്തകത്തിലൂടെ പറയുന്നതെന്ന്. ഓക്കെ, അധ്യായം 1. ആട്ടിൻ തോലടിഞ്ഞ ചെന്നായ, ഇതാണ് പുസ്തകത്തിൻ്റെ പേര്. ഓക്കെ, അധ്യായം 1. ഏദൻ തോട്ടം, മിഥ്യയും സത്യവും. ബൈബിളിലെ ഏദൻ തോട്ടത്തെക്കുറിച്ചുള്ള കഥ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ കണ്ടിട്ടും, അത് ഇൻവേർട്ടഡ് കോമയിലാണ് കേട്ടോ, ബൈബിൾ കോട്ട് ചെയ്യുന്നത്. എൻ്റെ സ്വഭാവം അതാണല്ലോ. എനിക്ക് പറയാനുള്ളത് ബൈബിളിലെ ഒരു വചനത്തിലൂടെ പറയുക അതാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നാറുള്ളത്. അവർ കണ്ടിട്ടും അറിയാതിരിക്കാനും കേട്ടിട്ടും ഗ്രഹിപ്പാതിരിക്കാനും സംഗതി വരും, ഇൻവേർട്ടഡ് കോമ ക്ലോസ് എന്ന് യേശു മാർക്കോസിൻ്റെ പുസ്തകം 4:12 പറഞ്ഞതുപോലെ അവർക്കാർക്കും ആ കഥയിലെ സത്യത്തിൻ്റെ പൊരുളറിയാൻ കഴിഞ്ഞില്ല. പ്രസ്തുത കഥയുടെ സത്യത്തെക്കുറിച്ച് എൻ്റെ ഗുരുവും പിതാവുമായ ശ്രീ ശിവകുമാർ പനക്കൽ ബ്രാക്കറ്റിൽ മുൻ നാമം ലിയോ പനക്കൽ എനിക്ക് നൽകിയ അറിവിൻ്റെ വെളിച്ചത്തിലുള്ള ഈ അന്വേഷണം വായനക്കാരൻ്റെ കണ്ണു തുറപ്പിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബൈബിളിലെ ദൈവം ആദ്യ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആദാമിന് കൊടുത്ത ഒരു കൽപ്പനയിൽ നിന്നുമാണ് കഥ ആരംഭിക്കുന്നത്. അപ്പോൾ ആ കൽപ്പന പറയാൻ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-17 വാക്യങ്ങൾ. അതിപ്രകാരമാണ്: അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും എന്നായിരുന്നു ആ കൽപ്പന. ഇനി താഴെ പറയുന്ന വസ്തുതകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചുകൊള്ളുന്നു. അത് ഇനി ഇൻവേർട്ടഡ് കോമൻ ബൈബിൾ കോട്ട് ചെയ്യാൻ: കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും കൊണ്ട് ഏദൻ തോട്ടം അവിശ്വസനീയമാം വണ്ണം വലുതായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യം. തോട്ടത്തിൻ്റെ നടുവിലായി 2
വ്യത്യസ്ത വൃക്ഷങ്ങളുണ്ടായിരുന്നു. ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും. ഉൽപ്പത്തി 2-ാം അധ്യായം 9-ാം വാക്യം തന്നെ. സ്ത്രീയെ അഥവാ ബൈബിളിൽ ആദ്യ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുന്ന ഹവ്വായെ സൃഷ്ടിക്കുന്നത് ഉൽപ്പത്തി 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ ആദ്യ മനുഷ്യനായ ആദമിനോട് അറിവിൻ്റെ കനി തിന്നരുതെന്ന് പറയുന്നതിന് ശേഷമാണ്. അതായത് ഇവിടെ ഒരു പ്രൂഫ് റീഡിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഉൽപ്പത്തി 2:2 ഉൽപ്പത്തി സ്ത്രീയെ അഥവാ ബൈബിൾ ആദ്യ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുന്ന ഹവ്വായെ സൃഷ്ടിക്കുന്നത് ഉൽപ്പത്തി 2:2 ആദ്യ മനുഷ്യനായ ആദാമിനോട് അറിവിൻ്റെ കനി തിന്നരുതെന്ന് പറയുന്നതിന് ശേഷമാണ്. ആദ്യ മനുഷ്യനായ ആദാമിനോട് അറിവിൻ്റെ കനി തിന്നരുതെന്ന് പറയുന്നത് ഉൽപ്പത്തി 2:17 പറയുന്നത്. അവിടെ പ്രൂഫ് റീഡിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ചെറിയൊരു ഫോൾട്ടൊക്കെ വന്നിട്ടുണ്ട്. കാരണം അത് ഇവിടെ ഇരുന്ന് ഞാൻ സ്വിറ്റ്സർലൻഡിൽ ഇരുന്ന് എഴുതി നാട്ടിൽ കൊണ്ടുപോയിട്ട് അത് പ്രൂഫ് റീഡ് ചെയ്ത്, അപ്പോൾ ഞാനില്ല അവിടെ. ഞാനുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ അപ്പം തന്നെ മനസ്സിലാക്കും. അങ്ങനെ വന്ന ഒരു പിഴവ്. എന്തായാലും ഞാനത് കറക്റ്റ് ചെയ്താണ് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചിരുന്നത്. ഉൽപ്പത്തി 2:17 ആദ്യ മനുഷ്യനായ ആദാമിനോട് അറിവിൻ്റെ കനി തിന്നരുതെന്ന് പറയുന്നതിനു ശേഷമാണ്. തോട്ടത്തിൽ പ്രത്യക്ഷനായ സർപ്പത്തോട് ഹവ്വ പറയുകയുണ്ടായി, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുകയോ പോലും അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ബൈബിളിലെ ദൈവം ആദാമിനോട് സംസാരിച്ചപ്പോൾ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് സൂചിപ്പിച്ചില്ല. മാത്രവുമല്ല, അറിവിൻ്റെ പഴം തൊടുക പോലും അരുത് എന്ന് പറയുകയും ഉണ്ടായില്ല. ആദാമിന് കൽപ്പന നൽകുമ്പോൾ സ്ത്രീ ജന്മമെടുത്തിട്ടില്ലായിരുന്നുവെന്ന് ബൈബിൾ പറയുമ്പോൾ ആദാമിനോടും പോലും പറഞ്ഞിട്ടില്ലാത്ത സംഗതികൾ സ്ത്രീ എങ്ങനെയാണ് അറിയുക? ഇതാണ് ആദ്യത്തെ ചോദ്യം. അതായത് സ്ത്രീയെ സൃഷ്ടിക്കുന്നത് ആദാമിനോട് ഈ കനി തിന്നരുത് എന്ന് പറയുന്നതിന് ശേഷമാണ് സ്ത്രീയെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ സ്ത്രീ സർപ്പത്തിനോട് സംസാരിക്കുമ്പോൾ പറയുന്നത് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുകയോ പോലും അരുത്. തോട്ടത്തിൻ്റെ നടുവിലുള്ള പഴമാണെന്ന് ആദാമിനോട് പറഞ്ഞിട്ടില്ല 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ. മാത്രമല്ല തൊടുക പോലും അരുത് എന്നും പറഞ്ഞിട്ടില്ല. തിന്നരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. തൊടാം ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ആദാമിന് കൽപ്പന നൽകുമ്പോൾ സ്ത്രീ ജന്മമെടുത്തിട്ടില്ലായിരുന്നുവെന്ന് ബൈബിൾ പറയുമ്പോൾ ആദാമിനോട് പോലും പറഞ്ഞിട്ടില്ലാത്ത സംഗതികൾ സ്ത്രീ എങ്ങനെയാണ് അറിയുക? ഇതാണ് ചോദ്യം. തോട്ടത്തിൻ്റെ മധ്യത്തിൽ മറ്റൊരു വൃക്ഷം കൂടിയുണ്ട്, അതായത് മനുഷ്യരെ എന്നെന്നും ജീവിക്കാൻ പ്രാപ്തരാക്കുന്ന ജീവൻ്റെ വൃക്ഷം. ഈ വൃക്ഷത്തിൻ്റെ ഫലം ആദവും ഹവ്വയും കഴിച്ചില്ലായിരുന്നുവെങ്കിൽ അവർക്ക് എന്നെന്നും ജീവിക്കുവാൻ കഴിയില്ലായിരുന്നു, അഥവാ അവർക്ക് മരണം സംഭവിക്കുമായിരുന്നു. അറിവിൻ്റെ കനി തിന്നുകൂടാ, തിന്നാൽ നിങ്ങൾ മരിക്കും എന്ന് പറയുമ്പോൾ ബൈബിൾ ദൈവം മനുഷ്യൻ മരിക്കാതിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്നു. തിന്നരുത്, തിന്നാൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ കുട്ടികളോട് പറഞ്ഞ തീയുടെ അടുത്തേക്ക് പോകരുത്, തീയുടെ അടുത്തേക്ക് പോയാൽ കൈ പൊള്ളും, ദേഹം പൊള്ളും എന്ന് പറയുന്നത് പൊള്ളാതിരിക്കാനാണല്ലോ. മനസ്സിലായോ? അപ്പോൾ തിന്നാൽ നിങ്ങൾ മരിക്കും എന്ന് പറയുന്നത് മരിക്കാതിരിക്കാനാണ് എന്നാണ് തോന്നിപ്പിക്കുന്നത്. മനസ്സിലായോ? ഒരു ഫാദർ സണ്ണിനോട് പറയുന്നത് പോലെ, ഒരു ചൈൽഡിനോട് പറയുന്നത് പോലെയാണ് അവിടെ പറയുന്നത്. പക്ഷേ മരിക്കാതിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ബൈബിൾ ദൈവം മനുഷ്യൻ മരിക്കാതിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്നു. മനുഷ്യൻ മരിക്കാതിരിക്കാൻ, മനുഷ്യൻ എന്നെന്നും ജീവിക്കുവാനുള്ള ജീവൻ്റെ കനി നൽകിയാൽ പോരേ? മനുഷ്യൻ മരിക്കാതിരിക്കണമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹമെങ്കിൽ, യഹോവയുടെ, ബൈബിൾ ദൈവത്തിൻ്റെ, മനുഷ്യനോട് ആദ്യം തന്നെ പറയേണ്ടത് എന്താണ്? തോട്ടത്തിൻ്റെ നടുക്ക് ഒരു വൃക്ഷമുണ്ട്, അതിൽ ജീവൻ്റെ കനിയുണ്ട്, അത് തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെന്നും ജീവിക്കാം, അതല്ലേ പറയേണ്ടത്? അല്ലേ? മനുഷ്യൻ മരിക്കാതിരിക്കാൻ, മനുഷ്യൻ എന്നെന്നും ജീവിക്കുവാനുള്ള ജീവൻ്റെ കനി നൽകിയാൽ പോരെ? കുറഞ്ഞ പക്ഷം അത് ഏദൻ തോട്ടത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നെങ്കിലും മനുഷ്യരോട് പറയാമായിരുന്നില്ലേ? പറയുന്നില്ല. തോട്ടത്തിന് നടുക്കുള്ള വൃക്ഷം നിങ്ങൾ തൊടുകയോ അല്ലെങ്കിൽ അത് തിന്നുകയോ അതിൻ്റെ ഫലം തിന്നുകയോ ചെയ്താൽ നിങ്ങൾ മരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ സത്യത്തിൽ തോട്ടത്തിന് നടുക്കാണ്
ജീവൻ്റെ കനിയുള്ളത്. എന്നൊന്നും ജീവിക്കണമെങ്കിൽ ഇവർ തോട്ടത്തിൻ്റെ നടുക്ക് പോകണം, എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ കഥയുടെ പോക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് ബൈബിളിലെ ദൈവം ജീവൻ്റെ കനി കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മനുഷ്യരെ അറിയിക്കാഞ്ഞത് എന്ന ചോദ്യത്തിന് അറിവിൻ്റെ കനി ഒഴിച്ച് തോട്ടത്തിലെ മറ്റെല്ലാ കനികളും ജീവൻ്റെ കനി ഉൾപ്പെടെ നിനക്ക് ഭക്ഷിക്കാം എന്ന് ബൈബിൾ ദൈവം പറഞ്ഞിരുന്നുവല്ലോ എന്നൊരു വിശ്വാസി സുഹൃത്ത് എന്നോട് പറയുകയുണ്ടായി. ഇതൊക്കെ എൻ്റെ ഡിബേറ്റ്സിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ്. അതും കൂടി ഞാൻ ഇതിൻ്റെ ചേർക്കുക പുസ്തകത്തിലോട്ട്. ഇത്തരമൊരു വാദം തെറ്റാണെന്ന് ഞാൻ കരുതുവാനുള്ള കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. ബൈബിൾ പ്രകാരം വിലക്കപ്പെട്ട അറിവിൻ്റെ വൃക്ഷവും ജീവൻ്റെ വൃക്ഷവും തോട്ടത്തിൻ്റെ മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നെന്നും ജീവിപ്പാനുള്ള നിത്യജീവൻ്റെ കനി നൽകുന്ന ഒരു വൃക്ഷം തോട്ടത്തിൻ്റെ മധ്യഭാഗത്തുണ്ടെന്ന് അവർക്കറിയില്ല. ആദമിനും ഹവ്വയ്ക്കും തോട്ടത്തിൻ്റെ മധ്യഭാഗത്തുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നുകയോ തൊടുകയോ പോലും ചെയ്യരുതെന്നും മറിച്ച് സംഭവിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് അവരിൽ മരണഭയം ചെലുത്തിയിട്ടുമുണ്ട്. ആര്? ബൈബിൾ ദൈവം. ഇത്തരമൊരു സാഹചര്യത്തിൽ തോട്ടത്തിൻ്റെ മധ്യത്തിൽ ചെന്ന് അവർ ജീവൻ്റെ കനി ഭക്ഷിക്കുക എന്നത് അസാധ്യമാണ്. കൗശലപൂർവ്വം മരണഭയത്തിലൂടെ അവരെ ജീവൻ്റെ കനിയിൽ നിന്ന് അകറ്റി നിർത്തുന്നത് ബൈബിൾ ദൈവമാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അറിവിൻ്റെ കനി മനുഷ്യർക്ക് തിന്നുകൂടാ എങ്കിൽ എന്തിനാണ് അത് മനുഷ്യൻ്റെ വാസസ്ഥാനമായ ഏദൻ തോട്ടത്തിൻ്റെ മധ്യഭാഗത്ത് സൃഷ്ടിച്ചത്, നട്ടു വളർത്തിയത്? എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ അറിവിൻ്റെ കനി ഒഴികെ മറ്റെല്ലാ കനികളും ജീവൻ്റെ കനി ഉൾപ്പെടെ മനുഷ്യർക്ക് തിന്നാം എന്ന് പറഞ്ഞ ബൈബിൾ ദൈവം എന്തുകൊണ്ടാണ് നിത്യജീവൻ്റെ കനി കൗശലപൂർവ്വം വിലക്കപ്പെട്ട കനിയുടെ മറവിൽ ഒളിപ്പിച്ചു വെച്ചത്? ഇനി ആദവും ഹവ്വയും അറിവിൻ്റെ വിലക്കപ്പെട്ട കനി കഴിക്കുവാനായി തോട്ടത്തിൻ്റെ നടുഭാഗത്തേക്ക് പോകുന്നതായി നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം. അവർ അവിടെ പ്രതീക്ഷിക്കുന്നത് ഒരു വൃക്ഷം മാത്രമാണ്, എന്നാൽ കാണുന്നത് 2 വൃക്ഷം. അങ്ങനെ വരുമ്പോൾ അറിവിൻ്റെ വൃക്ഷം ഏത്, ജീവൻ്റെ വൃക്ഷം ഏതെന്ന് അവർ എങ്ങനെയാണ് തിരിച്ചറിയുക? അങ്ങനെ തിരിച്ചറിയുവാനുള്ള കുഴപ്പം നേരിട്ടതിനാൽ അവർ 2 വൃക്ഷങ്ങളുടെയും കനി ഭക്ഷിക്കുന്നു എന്ന് സങ്കല്പിക്കുക. നിത്യജീവൻ്റെ കനി ഭക്ഷിച്ചതിനാൽ അവർക്ക് മരണം സംഭവിക്കാൻ പാടില്ല. അതായത് അവർ ആദ്യം അറിവിൻ്റെ കനിയാണെന്ന് ധരിച്ച് ഭക്ഷിക്കുന്നത് നിത്യജീവൻ്റെ കനിയായിരുന്നു എന്ന് സങ്കല്പിക്കുക. അത് ഭക്ഷിക്കുന്ന ക്ഷണം തന്നെ അവർ നിത്യജീവൻ നേടിക്കഴിഞ്ഞു. എങ്കിൽ അതിനുശേഷം അവർ അറിവിൻ്റെ കനി ഭക്ഷിച്ചാലും മരിക്കുവാൻ പാടില്ലല്ലോ. അപ്പോൾ അറിവിൻ്റെ കനി തിന്നുന്ന ദിവസം നിങ്ങൾ മരിക്കും എന്ന് ബൈബിൾ ദൈവത്തിൻ്റെ വാക്കുകൾ അസത്യമാവില്ലേ? മനസ്സിലാവുണ്ടോ ഇത് പറയുന്നത്? ഇങ്ങനെ ഒരുപാട് ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റും ഈ ബൈബിൾ ദൈവം എന്ന് പറയുന്നത് ഫ്രോഡാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ക ഫ്രോഡാണെന്ന്. അപ്പോൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു എന്താ പറയുക, ഒരു 3-4 പേജ്, ഓക്കെ, ഒരു 1 2 3 4 5 4.5 പേജോളം വായിച്ചിട്ടുള്ളൂ ഇപ്പോൾ. ഓക്കെ, കാരണം കുറച്ച് മുഖവുരയൊക്കെ പറയേണ്ടി വന്നില്ല, അതുകൊണ്ടാണ്. നൗ ഇനി ഈ പുസ്തകത്തിനെ കുറിച്ച് പറയാം. ഔഗൻ ഹോഫ്നർ. ഇത് ജർമ്മൻ ഭാഷയിലാണ്. ഇതും വിഷയമൊക്കെ ഒന്ന് തന്നെയാണ്. കാർത്തിക്കിന് ഒരു കാര്യം മാത്രം പറയാനുള്ളൂ, ഒരൊറ്റ കാര്യം മാത്രം നിങ്ങളോട് പറയാനുള്ളൂ. അതായത് ഈ കുരിശിൽ ഇതിങ്ങനെ കിടക്കണ ആളുണ്ടല്ലോ, അവനാണ് ലോകത്തിൻ്റെ ശത്രു. മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്നവനാണ്. ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും യഹൂദരെയും അങ്ങനെയൊന്നുമില്ലല്ലോ. എന്ത് ക്രിസ്ത്യാനി, എന്ത് മുസ്ലിം, എന്ത് യഹൂദൻ, എന്ത് ഹിന്ദു? ഇവിടെ മനുഷ്യർ മാത്രമേ ഉള്ളൂ. ഈ മനുഷ്യരെ ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കി അവർ തമ്മിലടിപ്പിക്കുന്ന പിശാചാണ് ഈ കുരിശി തൂങ്ങിക്കിടക്കുന്നത് എന്ന കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു കാര്യം എനിക്ക് ആരോടും പറയാനില്ല. ഓക്കെ, ഒരുപാട് പേര് വന്ന് എന്നെ കുറേ തെറിയൊക്കെ പറയുന്നുണ്ട് എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട്. അവർ പറഞ്ഞിട്ട് പണ്ട് ആണെങ്കിൽ ഞാൻ തിരിച്ച് തെറി വരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ തെറിയൊന്നും പറയുന്നില്ല. മനസ്സിനെ നിയന്ത്രിക്കാൻ ഞാൻ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ആ പുസ്തകത്തിൻ്റെ, ഈ ഔഗൻ ഹോഫ്നർ എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജ്. അവിടെ വാഗർത്താവിവ സംപ്രപ്തോ വാഗർത്ത ഇവ പ്രതിപത്തയെ ജഗതപിതരവ് വന്ദേ പാർവതി പരമേശ്വരവും എന്നും പറഞ്ഞിട്ടാണ് കാളിദാസൻ്റെ ഒരു മഹാകാവ്യം. അത് തുടങ്ങണത് ഇങ്ങനെയാണെന്ന് അപ്പം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ തുടങ്ങിയെന്നുള്ളൂ. പക്ഷേ ഇത് ഒത്തിരി പേജുകളുണ്ട് ഈ പുസ്തകത്തിന്. 300 പേജുണ്ട്. ഒരുപാട് സമയം എടുത്തു ചെയ്യാനായിട്ട്. പക്ഷേ ഇതൊന്നും ഇവിടെ സ്വിറ്റ്സർലൻഡിലെ ഇവിടുത്തെ പുസ്തകശാലയിൽ ഈ പുസ്തകം വരില്ല. കണ്ട ചപ്പും ചവറും ഒക്കെ വരും. സെക്സ് ബുക്ക്, മറ്റേത് മറിച്ചത്, എല്ലാ പോർണോ ബുക്സും എല്ലാം വരും. പക്ഷേ മനുഷ്യർക്ക് യേശു പിശാചാണെന്നുള്ള അറിവാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അറിവ്. അതാണ്.
അതാണ് മനുഷ്യൻ അറിയേണ്ടത്. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവെന്ന് പറയില്ലേ, അതിൽ നന്മയെന്ന് വെച്ചാൽ ഈശ്വരൻ, തിന്മയെന്ന് പറയുന്നുണ്ടല്ലോ അതും അറിയണ്ടേ, അതാണ് യേശു. യേശു തിന്മയുടെ മൂർത്തിയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ കാർത്തികൻ്റെ പുസ്തകം വായിക്കുക. കാർത്തികൻ്റെ ഇപ്പോൾ 500 ഞാൻ പറഞ്ഞില്ല 500 വീഡിയോ ചെയ്ത് അതിൽ 100 150 ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി ഒരു 300 ചില്ലാനും വീഡിയോസ് കിടപ്പുണ്ട്. അതെടുത്ത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എല്ലാം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഈ പുസ്തകം ഇതിലൂടെ വായിച്ച് അടിന്തോലടിഞ്ഞ ചെന്നായ ഭാഗം 1 എന്നും പറഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ പുസ്തകം വായിച്ച് ഇടയ്ക്ക് നിർത്തിയിട്ട് കുറച്ച് വിശദീകരണവും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ നിർത്തട്ടെ. 25 മിനിറ്റായി. നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്, ജയ് ശ്രീറാം.